തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത കുറഞ്ഞ കാലമേ ക്യാമ്പയിന് പ്രചാരണത്തിനുണ്ടായിരുന്നുള്ളൂ. 20-22 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ചുരുങ്ങിയ സമയം അതിഘോരമായ രാഷ്ട്രീയ ഏറ്റുമുട്ടൽ നടന്ന ഒരു കാലയളവ് കൂടിയാണ്. എന്നുവെച്ചാൽ ഡീലിൽ തുടങ്ങി ഡാഷ്മോനിൽ അവസാനിച്ച ഒരു സമയമാണ്. ഏറ്റവും ഒടുക്കം പക്ഷേ പാലക്കാട്ട് നിന്ന് നമ്മൾ കണ്ടത് വോട്ടിന് പണം നൽകിയതും വെച്ചാൽ തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കുന്ന രീതിയിൽ വോട്ടർമാരെ മറ്റു പല നിലക്ക് സ്വാധീനിക്കാനുള്ള BJP ശ്രമം, അത് മീഡിയ വൺ സംഘം തന്നെ കയ്യോടെ പിടികൂടുകയും അത് പുറത്തെത്തിക്കുകയും വലിയ തോതിൽ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ അവിടെ പ്രതിരോധത്തിലാവുകയും ഇന്നിപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ പുതിയ പ്രതികരണം വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ, ആ പണം കൊടുക്കുന്നതും തിരിച്ചു വന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഇവരോട് കയർക്കുന്നതും ഇവരെ ചോദ്യം ചെയ്യുന്നതും ഒക്കെയായ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു പരാക്രമം പോലെയുള്ള പ്രതികരണമൊക്കെ ഉണ്ടാകുന്ന ദൃശ്യങ്ങളെല്ലാം AI ആണെന്നാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഇന്നത്തെ പ്രതികരണം. അപ്പോൾ ഈ അവസാന നിമിഷം ഉണ്ടായ ഈ നാടകീയത പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ചിത്രത്തെ മാത്രമല്ല, കേരളത്തിലെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചിത്രത്തെ എത്ര കണ്ട് കളങ്കിതമാക്കുന്ന ഒന്നാണ്. ഒപ്പം തന്നെ ഇന്ന് വന്ന ഒരു പുതിയ സംഗതി, ചിറ്റൂർ മണ്ഡലത്തിൽ നിന്ന് BJP സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ FB വാളിൽ CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിച്ച ഒരു FB പോസ്റ്റ് പുറത്തു വരുന്നു. വിവാദമായതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിക്കുന്നു. ആ രീതിയിൽ ഈ അവസാന നിമിഷവും കുറേയധികം ദുരൂഹമായ സംഗതികൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഡീൽ എന്ന തുടക്കത്തിലെ UDF മുന്നോട്ട് വെച്ച ആരോപണം കുറെ കൂടി അവസാന തലത്തിൽ എത്തി നിൽക്കുമ്പോൾ അങ്ങനെ ഒരു ഡീലിൻ്റെ സാധ്യത തന്നെയാണോ തെളിയുന്നത് എന്നതുകൂടി സംസാരിക്കുകയാണ്. അജിംസ്, എന്ത് തോന്നുന്നു ഈ അവസാനം ചിറ്റൂരിൽ വന്ന സംഗതി കൂട്ടി വായിക്കുമ്പോൾ? BJP കേരളത്തിൽ ഇപ്പോൾ 1982 മറ്റാണല്ലോ BJP തുടങ്ങുന്നത്. കേരളത്തിൽ അവരുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ വളരെ അപ്രസക്തമായ ഒരു മുന്നണിയോ പാർട്ടിയോ ആയിട്ട് അവർ നിലനിൽക്കുകയായിരുന്നു. അതൊരു 5000 വോട്ടാണ് അവരുടെ പരമാവധി ഓരോ മണ്ഡലങ്ങളിലുള്ള വോട്ട്. ഒരു ആവറേജ് വോട്ട് അങ്ങനെയാണ്. അതിന് മുകളിലേക്ക് അവർക്ക് പോകാനേ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കൂടുതൽ വോട്ടുള്ള സ്ഥലത്ത് ചിലപ്പോൾ വോട്ട് കുറയും, ചിലപ്പോൾ കൂടും. അപ്പോൾ ഒക്കെ ഏറ്റവും കൂടുതൽ അവർ പഴികേട്ടിട്ടുള്ളത് വോട്ട് കച്ചവടമാണ്. BJP വോട്ട് കച്ചവടം നടത്തി. വോട്ട് കച്ചവടം നടത്താത്ത ഒരൊറ്റ BJP സംസ്ഥാന പ്രസിഡന്റ് പേരും മാധ്യമങ്ങളിൽ വരാത്ത ഒരാൾ പോലും ഇല്ല. അത് PS ശ്രീധരൻപിള്ള ആവട്ടെ, മുകുന്ദനാവട്ടെ, കൃഷ്ണദാസ് ആവട്ടെ, സുരേന്ദ്രനോട് എല്ലാവരും ആ പഴി കേട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വോട്ട് വളരെ ഫ്ലൂയിഡാണ്. അതൊരു 6000 വോട്ട് ഒരു ഇലക്ഷൻ കിട്ടിയാൽ, അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 6000 വോട്ട് കിട്ടി കഴിഞ്ഞാൽ അസംബ്ലി ഇലക്ഷനിൽ അത് 4000 ആയിട്ട് കുറയും. ആ ബാക്കി 2000 വോട്ട് അവിടെ പോയി BJP എന്ന് രണ്ട് മുന്നണികളും ചോദിക്കും. അപ്പോൾ ഇവർ ആർക്കാണ് വോട്ട് മറിക്കുന്നത്? യഥാർത്ഥത്തിൽ ആ വോട്ട് മറിക്കുന്നുണ്ടോ, അതല്ല ഇവർ വോട്ടർമാർ സ്വമേധയാ അവിടെ എടുത്ത് തീരുമാനമെടുത്ത് മറ്റുള്ളവർക്ക് വോട്ട് ചെയ്യുന്നതാണോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷേ 2014 ശേഷം അവർക്ക് ഒരു ത്രഷോൾഡ് കിടക്കാൻ കഴിഞ്ഞു. പല മണ്ഡലങ്ങളിലും അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളെന്നൊക്കെ പേര് വന്നു. പല മണ്ഡലങ്ങൾക്കും അവരൊരു 20% എബോ 20% ആവറേജൊക്കെ അവർക്ക് വോട്ട് കിട്ടുന്ന കുറേയധികം മണ്ഡലങ്ങളുണ്ടായി. അപ്പോൾ ഒരു വിന്നബിലിറ്റി ഫാക്ടർ അവർക്ക് കിട്ടി. ചില മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജയിക്കാം എന്നുള്ളൊരു ക്രെഡിറ്റ് അവർക്ക് കിട്ടി. ഈ സമയത്താണ് ഈ കേരള BJPയിൽ വീണ്ടും ഈ ഡീലാരോപണം വരുന്നത്. ഡീലാരോപണമല്ല, കേരളത്തിലെ BJP നേതാക്കളെ വിശ്വസിക്കാൻ കൊള്ളില്ല. ക്രെഡിബിലിറ്റി ഇല്ല അവർക്ക്. അവർ ഈ സ്ഥിരമായി വോട്ട് കച്ചവടം നടത്തി മുന്നണികളുമായി ഒത്തുകളിക്കുന്നവരാണ് എന്ന് ഈ കട്ടർ സംഖ്യ എന്ന് വിളിക്കുന്ന സംഘപരിവാറിൻ്റെ സ്ട്രോങ് കേഡേഴ്സ് അപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയയൊക്കെ ഭയങ്കര ശക്തമായി വരുമ്പോൾ ഈ KJPക്കെതിരായിട്ട് CJP എന്ന വയൽ വരിക KJPക്കെതിരായിട്ടുള്ള ഈ ആരോപണങ്ങൾ അതിശക്തമായി സംഘപരിവാർ പ്രവർത്തകരുടെ വരുന്നത്. കാരണം RSS ഇത്രയധികം പണിയെടുത്തത്. ഇപ്പോൾ നോക്കുക, 2007 മുതൽ എന്തെല്ലാം തരം ക്യാമ്പയിനാണ് RSS BJPക്ക് വേണ്ടിയാണ്. BJP ആണല്ലോ അതിൻ്റെ ഗുണഭോക്താക്കൾ. കേരളത്തിൽ ഹേറ്റഡ് ഉണ്ടാക്കുന്ന, ഡിവിഷൻ ഉണ്ടാക്കുന്ന, പോളറൈസേഷൻ ഉണ്ടാകുന്ന ഏത് ക്യാമ്പയിൻ്റെയും അതിൻ്റെ ഗുണഭോക്താക്കൾ BJP ആയിരിക്കും. ഇത്രയധികം സംഘപരിവാർ മണ്ണിൽ പണിയെടുത്തിട്ട് ഇവർക്ക് അതിൻ്റെ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ കട്ടർ സംഖ്യകൾ എന്ന് പറയുന്ന സംഘപരിവാറിൻ്റെ കേഡേഴ്സിൻ്റെ ആരോപണം. ഈ ആരോപണം അവർ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ 14 ശേഷം അതിപ്പോൾ സുരേന്ദ്രനായാലും മുരളീധരനായാലും PS ശ്രീധരൻപിള്ളയായാലും ഇപ്പോൾ ശബരിമല വിഷയം തന്നെ എടുക്കുക. സുവർണാവസരമാണെന്ന് PS ശ്രീധരൻപിള്ള തിരിച്ചറിഞ്ഞ് അത് ഉറക്കെ പറഞ്ഞ് പുറത്തായതൊക്കെ നോക്കുക. ശബരിമല ഇഷ്യൂവിൽ പോലും നമ്മൾ ഇത്ര മുന്നോട്ട് പോയിട്ടും അതിൻ്റെ ഗുണം കിട്ടിയത് UDFനാണ്. ഇതൊന്നും ഇവർക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് എന്നാണ് ഈ BJPയുടെ ഇന്നർ സർക്കിൾ, RSSൻ്റെ സർക്കിളിൽ ഇവർക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ ആക്ഷേപം. എത്ര പണിയെടുത്താലും ഇവരത് കൊണ്ടുപോയി കലവടയ്ക്കും. ഇവർക്ക് ജയിക്കാൻ കഴിയില്ല, വിന്നബിലിറ്റി ഇല്ല, ക്രെഡിബിലിറ്റി ഇല്ല. അപ്പോൾ BJPയുടെ പ്രാദേശിക കേരള നേതൃത്വത്തിനെതിരെ സംഘപരിവാറിനകത്ത് നിൽക്കുന്ന ഈ ആക്ഷേപങ്ങൾക്കിടെയാണ് പുറത്തു നിന്നുള്ള വളരെ ഏലിയനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുവന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രാജീവ് വരുമ്പോൾ BJPയുടെ പ്രവർത്തകർ, RSSൻ്റെ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്ന എന്താണ്? യുവമാരെ പോലെ ആയിരിക്കില്ല ഇയാൾക്ക് കാശിൻ്റെ ആവശ്യമില്ല. ഈ കേരളത്തിലെ BJP നേതാക്കൾക്കെതിരെയുള്ള BJPക്ക് അകത്തുള്ള ഏറ്റവും വലിയ ആക്ഷേപം ഇവരെ ഇലക്ഷൻ മത്സരിക്കുന്നത് തന്നെ കാശുണ്ടാക്കാൻ വേണ്ടിയാണെന്നാണ്.
ഇങ്ങനെ കാശ് ആവശ്യമില്ല, ഇങ്ങനെ ഇഷ്ടം പോലെ കോടീശ്വരൻ ഇഷ്ടം പോലെ പൈസയുണ്ട്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? ഇയാളൊരു പുതിയ സ്ട്രാറ്റജിയുമായി വന്ന് BJPക്ക് അഭിമാനാർഹമായ 1-2 സീറ്റുകളൊക്കെ വാങ്ങിക്കൊടുക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കുക, രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. ഞങ്ങൾക്ക് അവിടെ യാതൊരു പ്രോസ്പെക്ട്സും ഇല്ല, ഞങ്ങൾ എന്തിനോടെ മത്സരിക്കണം, ഞങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഓർക്കണ്ടോ, അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ പ്രതികരണം പോലും BJPയുടെ ഈ സംഘപരിവാറിൻ്റെ കേഡേഴ്സിനിടയിൽ ഒരു പ്രതീക്ഷയാണ് കൊടുക്കുന്നത്. കാരണം ഇയാൾക്ക് എന്തോ പണിയുണ്ട്, ഇയാൾ ഒരു 1-2-3 സീറ്റ് 5 സീറ്റെങ്കിലും നേടാനുള്ള ഒരു പ്ലാൻ ഉണ്ട് ഇയാൾക്കെന്നാണ്. അവസാനം ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ എന്താ കാണുന്നത്? ഈ BJP ഡീൽ എന്ന UDFനുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട BJP CPM ഡീൽ എന്ന വജ്രായുധം ഉണ്ടായി കൊടുക്കുന്ന ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റാണ്. തീർച്ചയായിട്ടും അവരെ എന്താണ് വിന്നബിലിറ്റി ഉള്ള ഇതിൽ അവർ നല്ല സ്ഥാനാർത്ഥി വെച്ച് അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ബാക്കി എല്ലാ സീറ്റുകളിലും ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിച്ചതോടുകൂടി UDFന് ഏറ്റവും വലിയൊരു വജ്രായുധം, രാഷ്ട്രീയ ആയുധം കൊടുക്കുകയാണ് BJP യഥാർത്ഥത്തിൽ ചെയ്തത്. ഇനി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായ പാലക്കാട്, മറ്റൊന്ന് മഞ്ചേശ്വരം, പിന്നെ തിരുവനന്തപുരത്തെ നേമം, കഴക്കൂട്ടം പോലുള്ള മണ്ഡലങ്ങൾ. അപ്പോൾ കഴക്കൂട്ടത്തെ പറ്റി ഇങ്ങനെ എന്താണ് പൊതുവെ ആക്ഷേപങ്ങളൊന്നുമില്ല, അവിടെ വളരെ സൈലൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. പാലക്കാടും യഥാർത്ഥത്തിൽ ശോഭാ സുരേന്ദ്രൻ വളരെ സൈലൻ്റായിട്ടാണ്, മഞ്ചേശ്വരത്തും K. സുരേന്ദ്രൻ വളരെ സൈലൻ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കാരണം വിന്നബിലിറ്റി ഉള്ള സീറ്റുകളിൽ കാട ഇളക്കിയുള്ള പ്രചാരണത്തിന് പകരം അവർ താഴെത്തട്ടിൽ വളരെ നിശബ്ദ പ്രചാരണം നടത്തി ജയിക്കുക എന്നുള്ളതാണ് ഒരു തന്ത്രം. അതിനെന്തും ചെയ്യാം. ഇപ്പോൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും വോട്ട് നേടുക എന്നുള്ളതാണ്. ജയിക്കും എന്ന തോന്നലുണ്ടാക്കുന്ന രീതിയിൽ വലിയ കാടിളക്കി പ്രചാരണം നടത്തിയുള്ള പ്രശ്നം BJP വിരുദ്ധ വോട്ടുകൾ പോളറൈസ് ചെയ്ത് അവർ തോപ്പിക്കും എന്നുള്ള പേടി കൊണ്ടാണ്. പാലക്കാട് എന്താ സംഭവിച്ചത്? പാലക്കാട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ശോഭാ സുരേന്ദ്രൻ നല്ല പ്രചാരമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ അവിടെ സിറ്റിംഗ് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ള കേസ് പോലും പരാമർശിക്കാതെയായിരുന്നു ശോഭാ സുരേന്ദ്രൻ അവിടെ പ്രചാരണം നടത്തിക്കൊണ്ടിരുന്നത്. കാരണം അതുപോലും നെഗറ്റീവായിട്ട് തങ്ങളെ ബാധിക്കരുതെന്നുള്ളതുകൊണ്ടാണ്. മഞ്ചേശ്വരത്തൊക്കെ സുരേന്ദ്രൻ നമ്മൾ കാണാറുണ്ടോ? മീഡിയയിൽ കാണാറ് പോലില്ല. അത്രയധികം നിശബ്ദ പ്രചാരണമാണ്. അതെല്ലാം തകർത്ത് നന്നായിപ്പോയി. പാലക്കാട് വോട്ടിൻ്റെ നോട്ട് അതിൽ തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ്റെ ദേഷ്യം മുഴുവൻ മീഡിയ വണ്ണോടാണ്. യഥാർത്ഥത്തിൽ മീഡിയ വണ്ണോടല്ല ശോഭ ദേഷ്യപ്പെടേണ്ടത്, അത് ആ വീഡിയോയിൽ നമ്മൾ കാണുന്ന കോൺഗ്രസ്സുകാരായ ചെറുപ്പക്കാർക്കാണ്. അത്ര ആർജവത്തോടി, കാരണം കോൺഗ്രസ്സുകാർ അത്ര ആർജവത്തോടി ഒരു എതിർ സ്ഥാനാർത്ഥിയെ കൂട്ടുക, അങ്ങനൊരു നമ്മുടെ ഓർമ്മയിലുണ്ട്. അങ്ങനെയൊന്നും ആ ചെറുപ്പക്കാരൻ സംസാരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ്, എത്ര ബഹുമാനത്തോടെയാണ് ശോഭാ സുരേന്ദ്രൻ അത്രയും ബഹുമാനത്തോടെയാണ് അവരെ ആർഗ്യൂ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ശോഭയ്ക്ക് ദേഷ്യം തോന്നുന്നുണ്ട് അവരോടാണ്, മീഡിയ വണ്ണോടല്ല. അതിന് പകരം എന്താണ് ചെയ്യുന്നത്? ശോഭാ സുരേന്ദ്രൻ ചെയ്യുന്നത് വളരെ ബുദ്ധിശൂന്യമായ ഒരു നടപടിയാണ്. അത് ആദ്യം റിപ്പോർട്ട് ചെയ്ത മാധ്യമത്തെ കോൺട്ര ചെയ്യുക, അവരെ ചാപ്പയടിക്കുക, അവരെന്തോ ഗൂഢാലോചനയാണെന്ന് പറയുക. അതോടുകൂടി ആ പ്ലാന് ചീറ്റിപ്പോയി. എന്തൊക്കെയാണ് പറഞ്ഞത്? നിങ്ങൾ പണം കൊടുത്ത സ്ത്രീ നിങ്ങളുടെ കാറിൽ കയറിയെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അതെൻ്റെ നിഴലാണ്. സോഷ്യൽ മീഡിയയിൽ ഒരു പ്രധാനപ്പെട്ട സംഘീയ നിരീക്ഷകൻ അതിനെ കളിയായിക്കൊണ്ടൊരു ട്രോൾ ഇട്ടിട്ടുണ്ട്. നിഴലായി ഒഴുകി വരുന്നു യാമങ്ങൾ തുറന്നു പറഞ്ഞ മറ്റേ യക്ഷിപ്പാട്ടുണ്ടല്ലോ, സാധാരണ ആളുകളുടെ നിഴൽ, ശോഭച്ചേച്ചിയുടെ നിഴൽ. അതായത് സംഘപരിവാറിനകത്ത ആൾക്കാർക്ക് പോലും തമാശയായി മാറി ശോഭാ സുരേന്ദ്രൻ്റെ ആ വിശദീകരണം എന്നുള്ളതാണ്. അതോടുകൂടി കോൺഫിഡൻസ് ആണ് ശോഭാ സുരേന്ദ്രൻ്റെ കോൺഫിഡൻസ് ആണ്. അത് ഭയങ്കര രസമുള്ള സംഭവമാണ്. നിങ്ങൾക്ക് അറിയാനായിട്ടാണ് ഇതിലും രൂക്ഷമായ ഭാഷയിൽ ഇതിലും വലിയ വെല്ലുവിളികളോട് നടത്തിയിട്ടുള്ളത് നമുക്കറിയാം. ആലപ്പുഴ അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചല്ലോ, അപ്പോൾ നടത്തിയ വെല്ലുവിളികൾ, മറ്റൊരു ന്യൂസ് ചാനലിനെതിരെ നടത്തിയ വെല്ലുവിളിയുണ്ട്, കൂട്ടിക്കെന്ന് പറഞ്ഞാൽ അറിയിപ്പോന്നാണ്. അങ്ങനെ പല വെല്ലുവിളികളുണ്ട്. അതൊക്കെ തമാശയായി മാറുകയാണ് പിന്നെ ചെയ്തത്. ഇവിടെ ശോഭ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ശോഭ സ്വന്തം കുഴി മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരൻ്റെ കുഴി കൂടി കുത്തുകയാണ് ചെയ്തത്. കാരണം രാജീവിന് ഒരു പ്ലാൻ ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ എന്താ ഡീല് മറ്റാരോപണം വന്നാൽ പോലും വിന്നബിലിറ്റിയുള്ള സീറ്റുകളിൽ 1-2 ജയിക്കാൻ പറ്റിയ ഒരു പ്ലാൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കാം. അതിൽ ഒന്ന് സ്വയം നശിപ്പിച്ചു എന്ന് മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് കൂടി ബാധിക്കും. ഇന്ന് നമ്മൾ കാണുന്ന ഈ ബൂത്തുകളിലെ ക്യൂ ഉണ്ടല്ലോ, ആ ക്യൂ എന്ന് പറയുന്നത് ഒരു തരംഗമാണെങ്കിൽ ആ തരംഗത്തിന് ആനുകൂല്യം BJPക്കും കിട്ടേണ്ടതാണ്. ഒരു ഭരണവിരുദ്ധ വികാരമാണ് ആ തരംഗമെങ്കിൽ അതിനൊരു ആനുകൂല്യം BJPക്കും കിട്ടേണ്ടതാണ്. അതുപോലും കളഞ്ഞു കുളിക്കുകയാണ് അതിലൂടെ ചെയ്തത്. അപ്പോൾ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ കുറി രാജീവ് ചന്ദ്രശേഖറിന് പോലും രക്ഷിക്കാനാവാത്തൊരു പാർട്ടിയായി, ഒരു മുന്നണിയായി NDA മാറുന്നു എന്നതാണ് ഒന്നാമത്തെ ഘടകം. 2, NDA 2020 പോലുള്ള പാർട്ടികളെ കൊണ്ടുവന്നതിനെതിരെ അതിശക്തമായ വിമർശനം പാർട്ടി അതിനകത്തുണ്ട്. NDA മുന്നണിക്കകത്തുണ്ട്, BJPക്കകത്തുണ്ട്. കാരണം അത് എന്ത് കാര്യത്തിനാണ് എന്നാണ് ഒന്ന് ചോദ്യം. 2, അവർ പ്ലേസ് ചെയ്തിട്ടുള്ള സ്ഥാനാർത്ഥികൾ നോക്കുക, ഒരു തെരഞ്ഞെടുപ്പിനെ മോക്ക് ചെയ്യുന്ന രീതിയിലാണ്. ഞാൻ ആ സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുകയല്ല, ഒരു തെരഞ്ഞെടുപ്പ് പ്രോസസ്സിനെ തന്നെ മോക്ക് ചെയ്യുന്ന രീതിയിലാണ് സ്ഥാനാർത്ഥികൾ പെരുമാറുന്നത്. അഞ്ജലി നായർ നല്ല സീറ്റുകളാണ്, തൃപ്പൂണിത്തുറ, കോന്നിയൊക്കെ. അവർ നല്ല നടിയൊക്കെയാണ്. ഇപ്പോൾ ദൃശ്യത്തിലൊക്കെ അവരുടെ റോളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരെങ്ങനെയാണ് വോട്ടർമാരുടെ ഇടപെടുന്നത്? എങ്ങനെയാണ്? ചക്കയും താമരയും ഒരുപോലെയാണ്. ചക്ക പൊളിച്ചു വെച്ചാൽ താമര ഇതുപോലെയല്ലേ എന്നൊക്കെയാണ് അവർ ചിഹ്നം ചക്കയാണ്.
അപ്പോൾ ഈ താമരച്ചിഹ്നം കിട്ടാത്തതിൽ വിഷമമുണ്ട് വിശദീകരിക്കുകയാണ്. ചക്കയും താമരയും ഒരുപോലെയല്ലേ? ചക്ക ഇങ്ങനെ പൊളിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് താമര ഇതുപോലെയല്ലേ എന്നൊക്കെ. ഇത് വളരെ നെയ്വായിട്ട് കുറേ സ്ത്രീകൾ ഇങ്ങനെ നിൽക്കുകയാണ്. അവർ വാഹനത്തിൽ നിന്ന് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുമോ, വോട്ട് ചെയ്യുന്നവരിന്ന് കൈവയ്ക്കുക, ആരും കൈവയ്ക്കുന്നില്ല. അപ്പോൾ അവരുടെ ആ പാർട്ടിയുടെ ആ മുന്നണിയെ തന്നെ അപഹാസ്യരാക്കും വിധം അവരുടെ സ്ഥാനാർത്ഥികൾ വരുമ്പോൾ സ്ഥാനാർത്ഥി വോട്ടേഴ്സ് ലിസ്റ്റ് പേരില്ലാതെ പോയില്ല. പിന്നെ ബിഗ് ബോസിലൊക്കെ അഭിനയിക്കുന്നവരുണ്ടല്ലോ, അഖിൽ മാരാർ. ലക്ഷ്മിപ്രിയ ഇതേപോലെ അയാൾ എന്തൊക്കെയാണ് അവിടെ തൃക്കാക്കര ചെയ്തു കൂട്ടുന്നത്. അഖിൽ മാരാർ തരംഗമുണ്ടെന്നാണ് അയാൾ പറഞ്ഞത്. അഖിൽ മാരാർ തരംഗമുണ്ട് തൃക്കാക്കര. പിന്നെ ക്രിക്കറ്റ് കളിക്കുന്നു, ഷട്ടിൽ എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ BJP ഇത്ര നാളുകളായിട്ട് പണിയെടുത്തു. BJP അല്ല പണിയെടുക്കുന്നത്, RSS ആണ്. RSS പണിയെടുത്തുണ്ടാകുന്ന നേട്ടങ്ങൾ മുഴുവൻ അവസാന നിമിഷം കൊണ്ടുപോയി പഠിക്കൽ കൊണ്ടുപോയി കലമുടക്കുക എന്നുള്ള രീതിയാണ് BJPയുടെ കേരളത്തിലെ നേതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഇലക്ഷൻ കഴിയുമ്പോൾ NDAയിൽ BJPയിൽ വലിയ പൊട്ടിത്തെറികളുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. സാഹിബ്, ഈ പാലക്കാട്ടെ വോട്ട് നോട്ട് ആരോപണം ശോഭാ സുരേന്ദ്രൻ്റെ മാത്രമല്ല, കേരളത്തിലാകെ BJPയുടെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചു എന്ന് തോന്നലുണ്ടോ? സാധ്യതകൾ വെച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുഖം നഷ്ടപ്പെടുന്ന സംഭവമാണ് ഇത്. പാലക്കാട്ടെ നോട്ട് മാത്രമല്ല, 3 സംഭവങ്ങളാണ് പ്രധാനമായിട്ടും കേരളത്തിൽ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട്. ഒന്ന് നേമത്തെ മദ്യവിതരണം, ഇവിടെ മണലൂരിലെ കിറ്റ് വിതരണം, പാലക്കാട്ട് നോട്ട് വിതരണം. ഇത് 3ലും പ്രതിസ്ഥാനത്ത് വരുന്ന ആരാണ്? BJP ആണ്. അപ്പോൾ ഇവരുടെ കൾച്ചർ എന്താണ്, ഇലക്ഷൻ കൾച്ചർ എന്താണ്, രാഷ്ട്രീയ സംസ്കാരം എന്താണ് എന്നതിനെക്കുറിച്ചൊരു ധാരണ ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ലഭിക്കും. കഴിഞ്ഞ ഇലക്ഷനിൽ ഓർമ്മയുണ്ടോ, പിന്നെ 2 സീറ്റുകളിൽ തലശ്ശേരിയും ഗുരുവായൂരും ഇവരുടെ നോമിനേഷൻ തള്ളിപ്പോയി. ഇത് BJPയുടെ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ ആളുകൾക്ക് അവരുടെ നോമിനേഷൻ മര്യാദയ്ക്ക് ഫില്ല് ചെയ്യാൻ പോലും പറ്റില്ല എന്ന് വന്നു കഴിഞ്ഞാൽ. പക്ഷേ അവർ കോടതിയിലൊക്കെ പോയി. അതിനുശേഷം കോടതിയിൽ പോയി, ആ തള്ളിയതിനെതിരെ കോടതിയിൽ പോയി. കോടതി പക്ഷേ അനുവദിച്ചില്ല. ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കുകയാണ് ചെയ്തത്, ഭരണാധികാരിയുടെ തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കുകയാണ് ചെയ്തത്. ഇനി അത് ഭയങ്കര നാണക്കേടല്ലേ? അപ്പോൾ ആ നിലക്ക് ഇപ്പോൾ ശോഭാ സുരേന്ദ്രന് ഉണ്ടായിട്ടുള്ള ആ നാണക്കേട് മറക്കാൻ വേണ്ടിയാണ് അവർ ഈ ബഹളമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം, ഇന്നലെ തന്നെ മീഡിയ വണ്ണോട് ഇദ്ദേഹത്തിൻ്റെ ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു, ഒരു 1-to-1 ഉണ്ടായിരുന്നു. കെ സുരേന്ദ്രൻ്റെ ഷഫീഖ് നസറുള്ളായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിൽ കെ സുരേന്ദ്രൻ പറയുന്ന കാര്യം, എൻ്റെ അടുത്ത് പൈസ ഇല്ല, ഇവിടെ ലീഗുകാരെ ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റുമാരുടെ കയ്യിൽ പോലും കോടിക്കണക്കിന് ഉറുപ്പിയാണ്, എൻ്റെ അടുത്ത് പൈസ ഇല്ല. ഒന്ന് നോക്കൂ, കേരളത്തിൽ ഏറ്റവും കുറച്ച് ഫ്ലക്സ് വെച്ചിട്ടുള്ളത് ഞാനാണ്, ഏറ്റവും കുറച്ച് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ഞാനാണ്, ഏറ്റവും കുറച്ച് ബിൽ ബോർഡ്സ് വെച്ചിട്ടുള്ളത് ഞാനാണ്. ഞാനിങ്ങനെ ആളുകളെ കാണാം, എനിക്ക് ആകെയുള്ള പ്രയാസം ആളുകളെ കാണാനുള്ള സമയം കിട്ടുന്നില്ലെന്ന് മാത്രമാണ്. എൻ്റെ അടുത്ത് 5 പൈസ ഇല്ലാന്ന്. അപ്പോൾ ശോഭാജി കുറച്ച് പൈസ സുരേന്ദ്രൻ കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ ആ മനുഷ്യൻ കുറച്ച് വിസിബിലിറ്റി ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. എനിവേ, ഇത് മൊത്തത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഹെലികോപ്റ്ററിൽ 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചാൽ ഇത്തവണ എൻ്റെ അടുത്ത് കാശില്ലെന്നാണ് ഇത്. ആ ഇൻ്റർവ്യൂ മുഴുവൻ കണ്ടു കഴിഞ്ഞു. അതിൽ ആദ്യം മുതൽ അവസാനം വരെ ഫുള്ള് കാശില്ലാത്ത കാര്യമാണ് പറയുന്നത്. ഒരു മോക്കറിയായി മാറിയിട്ടുണ്ട് BJPയുടെ ഇലക്ഷൻ പെർഫോമൻസ്, ഇലക്ഷൻ അവരുടെ ഇടപെടലെന്ന് പറയുന്നത്. ഇത്തവണ പക്ഷേ അതെല്ലാം മാറ്റി പറഞ്ഞതുപോലെ പ്രൊഫഷണലായിട്ട് അടിപൊളിയായിട്ട് ഒരു സെറ്റപ്പൊക്കെ ഉണ്ടാവും എന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. അത് ഇല്ല എന്നുള്ളതല്ല. അവർ ക്യാമ്പയിൻ ഫ്രെയിം ചെയ്യുന്നതിലൊക്കെ തുടക്കത്തിൽ ആ നിലക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ V മുരളീധരൻ ഇവിടെ മത്സരിക്കും, കഴക്കൂട്ടത്ത് മത്സരിക്കുന്നു. അദ്ദേഹം ഈ പറഞ്ഞ ദൃശ്യമാധ്യമങ്ങളൊന്നും എവിടെയും കാണുന്നില്ല. അദ്ദേഹം അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പണിയെടുക്കുകയാണ്. കാട്ടാക്കടയിൽ കൃഷ്ണദാസ് അവസാനം പിന്നെ പാകിസ്ഥാനോടാണ് മത്സരിക്കുന്നതൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ നിലക്ക് നമ്മളുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ കോൺസെൻട്രേറ്റ്, അവിടെ സവിശേഷമായി കോൺസെൻട്രേറ്റ് ചെയ്ത് പണിയെടുക്കുക. ബാക്കി എന്തോ ആയിക്കോട്ടെ എന്നുള്ളതാണ് എന്നുള്ളത്. ബാക്കി സ്ഥലങ്ങളിൽ വേറെ ചില കച്ചവടങ്ങൾ നടത്താം, വേറെ ചില ഡീലുകൾ നടത്താമെന്നുള്ളതായിരിക്കാം അവർ തീരുമാനിച്ചിട്ടുണ്ടാവുക. പക്ഷേ ആ ഡീലും പൊളിഞ്ഞു. ആ ഡീൽ പൊളിഞ്ഞത് അത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചാരണായുധമായി. ഈ ശോഭാ സുരേന്ദ്രൻ മീഡിയ വണ്ണോട് കലികേറുന്നത് ആദ്യമല്ല കേട്ടോ. ഈ ഇലക്ഷനിൽ ഒരാഴ്ച മുമ്പ് വേറെ നിലക്ക് കലികേറി ഓർമ്മയുണ്ടോ? മീഡിയ വണ്ണാണ് ഈ ഡീൽ മൊത്തം എല്ലാ ദിവസവും ഡീലിനെ കുറിച്ച് വാർത്ത ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ പണിയില്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ സാജിദ ജമലിനോട്. അപ്പോൾ അത് എഗൈൻ വിശ്വാസ്യത തകരുകയാണ്. ഈ സ്വന്തം അണികൾക്കിടയിൽ തന്നെ വിശ്വാസ്യത തകരുകയാണ്. കേരളത്തിൽ ഒരു സാധാരണ RSSകാരനെ സംബന്ധിച്ചിടത്തോളം CPM വോട്ട് ചെയ്യുക, CPM ആയിട്ടുള്ള ഒരു ഇടപെടൽ എന്ന് പറയുന്നത് മാനസികമായ പ്രശ്നമുള്ള സംഗതിയായിരിക്കും. പക്ഷേ നമ്മളുടെ നേതൃത്വം CPMുമായിട്ട് ഏതോ ഡീലിലെത്തുകയാണ് എന്നുള്ള ഒരു ധാരണ വരുന്നത് അവരുടെ തന്നെ ഒരു മൊറയിലിനെ ബാധിക്കുന്നതാണ്. രണ്ടാമത് CPMനെ അത് ബാധിക്കുന്നത്. ഈ ഇലക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേക്ക് ഹോം, അല്ലെ ഓരോ ഇലക്ഷനും ഓരോ വാചകങ്ങൾ, ഓരോ ആശയങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും.
ഈ ഇലക്ഷൻ പ്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും പോപ്പുലറായ വാക്ക് എന്താണ്? CJP എന്നുള്ളതാണ്. സൈദ്ധാന്തിക തലത്തിൽ ഇടതു ഹിന്ദുത്വയും ഒരു പോപ്പുലർ കൾച്ചറിൻ്റെ ഭാഗത്ത് CJP എന്നുള്ളൊരു വാക്ക് അത്രയധികം പോപ്പുലറൈസ് ചെയ്യപ്പെട്ടു. അങ്ങനെ പോപ്പുലറൈസ് ജനകീയവൽക്കരിക്കപ്പെടാൻ മാത്രം ഈ ഒരു സംഗതി നിലനിൽക്കുന്നു എന്ന ധാരണ അത് ജനങ്ങളിലേക്ക് വന്നു. അതിലിതും വളരെ പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ട്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അത് ഏത് നിലക്കാണ് അവരുടെ ഒരു വഴി എന്താണ് എന്നതിനെക്കുറിച്ച് അവരുടെ ആശയക്കുഴപ്പം വളരെ പ്രധാനമാണ്. രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം ഇന്ന് മാധ്യമങ്ങൾക്ക് നൽകിയ ബൈറ്റിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ഒരു കാഴ്ച എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 79 അല്ലെങ്കിൽ 68, 72 ഇങ്ങനെയൊക്കെയുള്ളൊരു പാറ്റേണിൽ വരികയും BJPക്ക് 1-2 സീറ്റുകൾ വരികയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആർക്കും കേവല ഭൂരിപക്ഷം കിട്ടാത്ത അവസ്ഥ വരികയും BJP ഡിസൈഡിങ് ഫാക്ടറായി മാറുകയും ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ സെനാരിയോ, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനെക്കുറിച്ചാണ് അവർ സ്വപ്നം കാണുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ വാല്യൂ വലിയ തോതിൽ കൂടുന്നുണ്ട്. അവരാണ് കിങ് മേക്കർ ആയി മാറുന്നത്, അല്ലെങ്കിൽ ഡിസ്റപ്റ്റീവ് ഫോഴ്സ്, എന്തോ കിങ് മേക്കറാകാം, കിങ് കില്ലറാകാം, എന്തോ ആകാം. അപ്പം അങ്ങനത്തെ ഒരു സെനാരിയോ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അവരാഗ്രഹിക്കുന്നത്. അത് സംഭവിച്ച വലിയ കാര്യം തന്നെയാണ്. അത് പറഞ്ഞു. ഇന്ന് അദ്ദേഹം വോട്ട് ചെയ്തതിന് ശേഷം അതാണ് പറഞ്ഞത്. സംഭവിക്കുമോ എന്നുള്ളതാണ്. പക്ഷെ അത് സംഭവിക്കില്ലെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്. എന്തായാലും 5 മണിക്കുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. 75%. 75. സ്വാഭാവികമായിട്ട് 80-അടുത്തത് ഉറപ്പായിട്ടും 80 ഫൈനൽ ഫിഗർ 80 കടക്കും. ശരി.